എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ 9ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ഇന്ന് നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസിന്റെ തുടർച്ചയായ ടേംസിന്റെ പ്രത്യേകതയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ 3 കൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് അരിത്തമാറ്റിക് സീക്വൻസ് കോളം വരച്ചിട്ടുണ്ട്. ഇത് 3 ടേംസ് ഓഫ് അരിത്തമാറ്റിക് സീക്വൻസ്, തുടർച്ചയായ 3 ടേംസ്. ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ തുടർച്ചയായ 3 ടേംസ് ആണ്. ഇപ്പോൾ 5, 2, 7, 2, 9. ഇതാണെങ്കിൽ 2, 4, 6, 4, 10, 10, 7, 4, 10 3 കുറച്ചു, 7 3 കുറച്ചു, അങ്ങനെ പോകുന്ന സീക്വൻസ്. അങ്ങനെ ഒരു 5 അരിത്തമാറ്റിക് സീക്വൻസിന് തുടർച്ചയായ 3 ടേംസ് ആണ് തന്നിരിക്കുന്നത്. ഈ നമുക്ക് ആദ്യം ഇതിന് ആവറേജ് ഓഫ് എൻഡ് ടേംസ്. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടിയിട്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത്. അപ്പോൾ ആവറേജ് ഓഫ് എൻഡ് ടേംസ് പറഞ്ഞാൽ ഈ അറ്റത്തുള്ള 2 ടേംസുകളുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ അത് രണ്ടും കൂട്ടിയിട്ട് ഹാഫ് എടുക്കുക. അപ്പോൾ അവിടെ കണ്ടോ 5, 9 കൂട്ടിയാൽ 14, 14ന്റെ പകുതി 7. അപ്പോൾ 5ഉം 9 കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുത്തു 7. അതായത് ആവറേജ് ഓഫ് എൻഡ് ടേംസ്. ഓക്കെ, ഇനി ഇത് 3 ടേമിന്റെ കൂടി ആവറേജ് ഓഫ് ദി 3 ടേംസ് 5ഉം 7ഉം 9ഉം കൂട്ടിയിട്ട് 3 കൊണ്ട് ഹരിക്കുക. 5, 7, 9, 5, 7, 9 കൂടെ കൂട്ടുക. 9, 7, 16, 5, 21, 21/3 7. അടുത്തതിൽ നോക്കി 2ഉം 10ഉം കൂട്ടുക, അതിന്റെ പകുതി. ഓക്കെ, ഇപ്പൊ ഇവിടെയൊക്കെ ശ്രദ്ധിച്ച ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. കണ്ടോ 7 തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, അതായത് നടുക്ക് വരുന്ന ടേമാണ് അറ്റത്തുള്ള 2 ടേമിന്റെയും ആവറേജ് ആയിട്ട് വന്നിരിക്കുന്നത്. 3 ടേമിന്റെയും കൂടി ആവറേജ് എടുത്താലും ആ നടുക്ക് വരുന്ന ടേമാണ്. അടുത്തതിലും അങ്ങനെയല്ലേ നോക്കിയേ, 2ഉം 10ഉം കൂട്ടി പകുതി എടുത്തു 6 വന്നു. കണ്ടോ 6. ഇനി 2ഉം 6ഉം 10ഉം കൂട്ടിയിട്ട് 3 കൊണ്ട് ഹരിച്ചു. അപ്പൊ 2ഉം 6ഉം 8, 8ഉം 10ഉം 18, 18ന്റെ 3 കൊണ്ട് ഹരിച്ചു 6. അപ്പോഴും 6 തന്നെ കിട്ടി. അടുത്ത് നോക്കാം, 10ഉം 4ഉം കൂട്ടി അതിന്റെ പകുതി എടുത്തു 7. 10ഉം 7ഉം 4ഉം കൂട്ടി അതിന്റെ 3 കൊണ്ട് ഹരിച്ചു, അതും 7 എന്ന് കിട്ടി. അടുത്തത് നോക്കാം, 6ഉം 20ഉം കൂട്ടി അതിന്റെ പകുതി എടുത്തു 13. കേട്ടോ, 6ഉം 13ഉം 20ഉം കൂടി ആഡ് ചെയ്തിട്ട് 3 കൊണ്ട് ഹരിച്ചു, അപ്പൊ 13 തന്നെ കിട്ടി. 7ഉം 17ഉം കൂട്ടി പകുതി എടുത്തു 12. 7ഉം 12ഉം 17ഉം കൂട്ടിയിട്ട് 3 കൊണ്ട് ഹരിച്ചു, അപ്പോഴും 12. അപ്പൊ ഇതിലെല്ലാത്തിലും നമുക്ക് ഒരൊറ്റ പ്രത്യേകത കാണാൻ പറ്റും. കണ്ടോ, ഈ 3 ടേംസ് എടുത്താൽ, തുടർച്ചയായ 3 ടേംസ് എടുത്താൽ അതിന്റെ നടുക്ക് വരുന്ന ടേംസ് അറ്റത്തുള്ള 2ഉം കൂട്ടിയിട്ട് പകുതി എടുത്തതിന് തുല്യമാണ്. കണ്ടോ, ഇത് 2 സെയിം ആണ്. 10ഉം 2ഉം കൂട്ടി പകുതി എടുത്ത് 6 കിട്ടി. 10ഉം 4ഉം കൂട്ടി പകുതി എടുത്ത് 7 കിട്ടി. 6ഉം 20ഉം കൂട്ടി പകുതി എടുത്ത് 13 കിട്ടി. 7ഉം 17ഉം കൂട്ടി പകുതി എടുത്ത് 12 കിട്ടി. അതുപോലെ 3 ടേംസിന്റെ കൂടെ ആവറേജ് എടുത്താൽ അങ്ങനെയല്ലേ നോക്കി, 5, 7, 12, 9, 21, 21നെ 3 കൊണ്ട് ഹരിച്ചു 7. കേട്ടോ, നടുക്കുള്ള ടേം തന്നെ. 2, 6, 8, 10, 18, 18നെ 3 കൊണ്ട് ഹരിച്ചു 6. കണ്ടോ, 10, 7, 17, 4, 21, 21നെ 3 കൊണ്ട് ഹരിച്ചു 7. 6ഉം 20ഉം കൂട്ടി 13ഉം കൂട്ടി 3 കൊണ്ട് ഹരിച്ചു 13. അപ്പൊ ഇതെല്ലാം കണ്ടോ, നടുക്ക് വരുന്ന ടേംസും ആവറേജ് ഓഫ് 3 ടേംസ് ഈക്വൽ ആണ്. അതുപോലെ നടുക്ക് വരുന്ന ടേംസും ആവറേജ് ഓഫ് എൻഡ് ടേംസ് ഈക്വൽ ആവുന്ന. അപ്പൊ ഏത് അരിത്തമാറ്റിക് സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും തുടർച്ചയായ 3 ടേംസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അറ്റത്തുള്ള 2ഉം കൂട്ടി പകുതി എടുത്താൽ നടുക്കുള്ള കിട്ടും. 3 ടേമും കൂടി ആവറേജ്, 3 ടേമും കൂടി കൂട്ടിയിട്ട് 3 കൊണ്ട് ഹരിക്കുക. അതാണ് 3 ടേമിന്റെയും കൂടി ആവറേജ്, ശരാശരിയോ 3 ടേമിന്റെയും കൂടി ശരാശരി എന്ന് പറയും. അതും നടുക്കുള്ള ടേമും ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഒരു ചോദ്യം, ഇഫ് 10, y, 24 ആർ ഇൻ അരിത്തമാറ്റിക് സീക്വൻസ്, ഫൈൻഡ് y. 3 ടേംസ് ആണ്, 10, y, 24. ഇത് അരിത്തമാറ്റിക് സീക്വൻസിലാണ് എങ്കിൽ y എത്ര? അപ്പൊ നമുക്ക് ഈ പ്രോപ്പർട്ടി വെച്ച് പെട്ടെന്ന് ചെയ്യാം. എന്ത് ചെയ്താൽ മതി, 10ഉം 24ഉം കൂട്ടുക, 24ഉം 10ഉം 34, അതിന്റെ പകുതി 17. അപ്പോ ഇവിടെ 17 വരും. അപ്പൊ 10, 17, 24. അപ്പോ അവിടെ y എന്ന് പറയുന്നത് 17 ആണ്. ക്ലിയർ ആണല്ലോ? പറഞ്ഞാൽ വേറൊരു ചോദ്യം, ഇഫ് a 25 ആൻഡ് b ആർ ഇൻ അരിത്തമാറ്റിക് സീക്വൻസ്, a, 25, b. ഇതും ഒരു സമാന്തര ശ്രേണിയാണ്. വാട്ട് ഈസ് ദി സം a പ്ലസ് b? എയും ബിയും കൂടി കൂട്ടിയാൽ എത്ര കിട്ടുന്ന? എയും ബിയും കാണാൻ പറഞ്ഞിട്ടില്ല. എയും ബിയും കൂട്ടിയാൽ എത്ര? അപ്പൊ എയും ബിയും കൂട്ടിക്ക് എങ്ങനെ കിട്ടുക? എയും ബിയും കൂട്ടിയിട്ട് പകുതി എടുക്കുന്നതാണ് 25. അപ്പൊ എയും ബിയും കൂട്ടിയാൽ കിട്ടുന്നത് 25ന്റെ ട്വൈസ് ആണ്. അപ്പൊ 25 ഇൻറ്റു 2 ആണ് 50. അതായത് a പ്ലസ് ബി ബൈ 2. അതായത് നടുക്ക് വരുന്ന ടേം ആവറേജ് ഓഫ് ഇൻഡ് ടേം ആണ്. അപ്പൊ a പ്ലസ് ബി എന്ന് പറയുന്നത് 50 ആവും.
A പ്ലസ് ബി 50 എന്ന് പറഞ്ഞാൽ എയും ബിയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. A 1 ആയ ബി 49 എടുക്കണം, അത്രേ ഉള്ളൂ. A 2 ആയ ബി 48. അങ്ങനെ ഇഷ്ടംപോലെ സീക്വൻസ് വരും. നടുക്ക് 25 വരുന്ന രീതിയിൽ നമുക്ക് ഇഷ്ടംപോലെ സീക്വൻസ് ഉണ്ടാക്കാം. അറ്റത്ത് വരുന്ന അതിന്റെ സമ്മ 50 ആയാൽ മതി. അപ്പോൾ ഇവിടെ സമ്മ ചോദിച്ചിട്ടുള്ള സമ്മ കേട്ടു 50. വേറെ ഒരു ക്വസ്റ്റ്യൻ. If x, y, z are in arithmetic sequence and x plus y plus z 78. മൂന്ന് ടേംസ് ആണ് x, y, z are in arithmetic sequence തന്നിട്ടുണ്ട്. x ഉം y, z കൂടി കൂട്ടിയാൽ 78 ആണ്. ഫൈൻഡ് y. y കാണാൻ പറഞ്ഞാൽ നടുക്കുള്ള ടേമാണ്. നടുക്കുള്ള ടേം എന്ന് പറഞ്ഞാൽ ആവറേജ് ഓഫ് 3 ടേംസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആവറേജ് ഓഫ് 3 ടേംസ് എന്ന് പറഞ്ഞാൽ എക്സും വൈ സെഡും കൂട്ടിയിട്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എക്സും വൈ സെഡും കൂട്ടിയത് 78 തന്നിട്ടുണ്ട്. അപ്പോൾ 78/3 ആണ് y എന്ന് പറയുന്നത്. 78/3 എത്രയാ? 78/3 എന്ന് പറയുന്നത് 26. അപ്പോൾ 26 ആണ് y. ഇനി ഫൈൻഡ് എക്സ് പ്ലസ് ഇസഡ്. എക്സ് പ്ലസ് ഇസഡ് എന്ന് പറഞ്ഞാൽ ട്വൈസ് ഓഫ് ദി മിഡിൽ ടേം ആണ് അല്ലേ? എക്സും വൈ സെഡും കൂട്ടിയിട്ട് പകുതി എടുക്കുമ്പോഴാണ് y കിട്ടുക. അപ്പോൾ y ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് സെഡ് ഇസ് ഈക്വൽ 2 ഇൻറ്റു y. അപ്പോൾ 2 ഇൻറ്റു 26 ദാറ്റ് ഈസ് 52. അപ്പോൾ 26 നടുക്ക് വരുന്ന ടേമായ 26 കണ്ടുപിടിച്ചു. അതിന്റെ ട്വൈസ് ആണ് 52. അപ്പോൾ എക്സ് പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് 52. അടുത്തൊരു ചോദ്യം. ഈ 2x പ്ലസ് 1, 3x മൈനസ് 1, 2x പ്ലസ് 5 ആർ ഇൻ അരിത്തമാറ്റിക് സീക്വൻസ്. ഫൈൻഡ് എക്സ്. ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസിലെ ടേംസ് ആണ് എങ്കിൽ എക്സ് എത്ര? അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുമ്പോൾ 3 ടേമും ഇവിടെ ആവറേജ് മിഡിൽ ടേം എടുക്കുക, അല്ലെങ്കിൽ അറ്റത്തുള്ള രണ്ടും കൂട്ടിയാൽ കിട്ടുന്നത് ട്വൈസ് ഓഫ് ദി മിഡിൽ ടേം, അല്ലെങ്കിൽ എക്സ് 2x പ്ലസ് 1ഉം 2x പ്ലസ് 5ഉം കൂടി ആഡ് ചെയ്തിട്ട് ഹാഫ് എടുക്കുന്നതാണ് 3x മൈനസ് 1. അപ്പോൾ അങ്ങനെ ആവറേജ് ഓഫ് ദി മിഡിൽ ടേം ഈസ് ഈക്വൽ ടു ആവറേജ് ഓഫ് ദി എൻഡ് ടേംസ് ഈസ് ഈക്വൽ ടു മിഡിൽ ടേം, അല്ലെങ്കിൽ എൻഡ് ടേംസിന്റെ സം എന്ന് പറഞ്ഞാൽ ട്വൈസ് ഓഫ് ദി മിഡിൽ ടേം ആയിരിക്കും. ഇവിടെ കണ്ടില്ലേ 7ന്റെ ട്വൈസ് ആണ് 5 + 9 14. അപ്പോൾ സം ഓഫ് ദി എൻഡ് ടേംസ് ഈസ് ട്വൈസ് ഓഫ് ദി മിഡിൽ ടേം. അപ്പോൾ 2x പ്ലസ് 1 പ്ലസ് 2x പ്ലസ് 5 ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നത് 3x മൈനസ് 1ന്റെ ട്വൈസ് ആയിരിക്കും. അതൊരു ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയേ. 2x പ്ലസ് 2x 4x എന്ന് എഴുതാം. 1 പ്ലസ് 5 6 എന്ന് എഴുതാം. 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 3 6x വരും. 2 × -1 -2 എന്ന് വരും. അപ്പോൾ 4x പ്ലസ് 6 ഈക്വൽ ടു 6x മൈനസ് 2 എന്നായി. ഇനി എന്ത് ചെയ്യണം? എക്സ് ഒക്കെ ഒരു സൈഡിൽ കൊണ്ടുവരിക. ഇവിടെ ആഡിങ് 6x പ്ലസ് 6x ഇപ്പോൾ വരുമ്പോൾ സബ്ട്രാക്ടിങ് 6x മൈനസ് 6x ആവും. ഇവിടെ 6 അപ്പറേറ്റ് കൊണ്ടുപോകണം. ഇവിടെ എന്താണ് -2 ഉണ്ട്. അപ്പോൾ -2 അതുപോലെ തന്നെ എഴുതി. ആഡിങ് 6 അപ്പറേറ്റ് ചെയ്തപ്പോൾ -6 ആയി. അപ്പോൾ എന്ത് കിട്ടി? 4x മൈനസ് 6x, അതായത് -2x ഈക്വൽ ടു ഒരേ സൈനാണ് ആഡ് ചെയ്തിട്ട് അതേ സൈൻ -2 -6 -8. അപ്പോൾ -2x ഈക്വൽ ടു -8. അപ്പോൾ x ഈക്വൽ ടു എന്ത് കിട്ടും? ഇവിടെ മൈനസും ക്യാൻസൽ ചെയ്യാം. 2x ഈക്വൽ ടു 8 എന്ന് എഴുതാം. അപ്പോൾ x ഈക്വൽ ടു 8/2 ദാറ്റ് ഈസ് 4. അപ്പോൾ മിഡിൽ ടേം എക്സിന്റെ വാല്യൂ കാണാനാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. x ഈക്വൽ ടു 4 എന്ന് കിട്ടി. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ഏത് അരിത്തമാറ്റിക് സീക്വൻസ് എടുത്താലും തുടർച്ചയായി 3 ടേംസ് എടുത്താൽ നടുക്കുള്ളതിന്റെ ട്വൈസ് ആയിരിക്കും അറ്റത്തുള്ള രണ്ടും കൂട്ടിയാൽ കിട്ടുന്നത്, അല്ലെങ്കിൽ അറ്റത്തുള്ള രണ്ടും കൂട്ടിയിട്ട് പകുതി എടുക്കുന്നതായിരിക്കും നടുക്കുള്ളത്. അപ്പോൾ മറ്റൊരു രീതിയിലും പറയാം ആവറേജ് ഓഫ് ദി 3 ടേംസ് എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം ആണ്. അപ്പോൾ ഇത് വെച്ചുള്ള സിമ്പിൾ എക്സാമ്പിൾസ് ആണ് നമ്മൾ ചെയ്തത്. വേറെ ഒരു പ്രോപ്പർട്ടി ഇട്ട് പോകാം. സം ഓഫ് ടേംസ് ആൻഡ് മിഡിൽ ടേംസ്. വേറെ ഒരു ഇത് 3 ടേംസിന്റെ ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഈ 3 ടേംസ് അല്ലാതെ വരുന്നത് സം ഓഫ് ടേംസ് ആൻഡ് മിഡിൽ ടേംസ്. അരിത്തമാറ്റിക് സീക്വൻസ് അതേപോലെ നമുക്ക് ടേബിൾ തയ്യാറാക്കി നോക്കാം. അരിത്തമാറ്റിക് സീക്വൻസ് ഇവിടെ 2, 5, 8, 11, 14 എക്സെട്ര. ഇവിടെ ഒരു 5 ടേംസ്, ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ 5 ടേംസ് എഴുതിയിട്ടുണ്ട്. 2, 3, 5, 5, 3, 8, 8, 3, 11, 11, 3, 14. വേറെ ഒന്ന് എഴുതിയിട്ടുണ്ട്. 1, 2, 3, 3, 2, 5, 5, 2, 7, 7, 2, 9, 9, 2, 11, 11, 2, 13. അതായത് 7 ടേംസ് ഉണ്ട്. അടുത്തല്ലോ 0, 2, 4, 6 അങ്ങനെ 9 ടേംസ് ഉണ്ട്. ഇവിടെ 8, 7, 15, 7, 22 3 ടേംസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സം ഒന്ന് എടുത്ത് നോക്കാം. ഇത് അതിൻ്റെ സം ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 14ഉം 11ഉം ഈ എത്ര കിട്ടി? 25, 8, 33, 5, 38, 2, 40. അങ്ങനെ ആഡ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ സം എടുത്ത് നോക്കാം. 13ഉം 11ഉം 9ഉം 7ഉം 5ഉം 3ഉം 1 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 49 കിട്ടും.
ഇതിന്റെ സം ഒന്ന് എടുത്ത് നോക്കിയാൽ 16 14 30 30 12 42 42 10 52 8 60 60 70 2 72. ഇതിന്റെ സം എടുത്ത് നോക്കാം 15 8 23 2 25 20 45. അപ്പൊ ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ടേംസിന്റെ ഒക്കെ സം എഴുതി വെച്ചിട്ടുണ്ട്. മിഡ് ടേം, ഇതിന്റെയൊക്കെ മിഡ് ടേം കണ്ടോ, ഇതിന്റെ മിഡ് ടേം 8 ആണ്, ഇതിന്റെ മിഡ് ടേം 7 ആണ് അല്ലെ. അപ്പുറം 3 ടേം, ഇവിടെയും 3, രണ്ട് സൈഡിലും 3 ടേം. ഇതിന്റെ മിഡ് ടേം 8 ആണ്, ഇവിടെ 4 ടേം, ഇവിടെ 4 ടേം. ഇതിന്റെ മിഡ് ടേം 15 ആണ്, ആ മിഡ് ടേം ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. 5 ടീം ഉണ്ട്. അപ്പൊ 8 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് 5 കൊണ്ട് മൾട്ടിപ്ലൈ, 8 ഇൻറ്റു 5 എത്ര കിട്ടും? 40. അടുത്തതിലാണെങ്കിലോ 7 ഇൻറ്റു എത്ര ടേം ഉണ്ട്? ഇത് 7 ഉണ്ട്. അപ്പൊ 7 ഇൻറ്റു 7 49. ഇതിൽ എത്ര ടേം ഉണ്ട്? 9 ടേം ഉണ്ട്. അപ്പൊ 9 ഇൻറ്റു 8 കേട്ടോ 72. ഇതില് 3 ടേം ഉണ്ട്. 15 ഇൻറ്റു 3 45. നോക്കിക്കേ, ഈ സം തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് ഈ അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഒക്കെ ടേംസിന്റെ സം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസിനെ മിഡിൽ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടെ 5 ടേം ഉണ്ട്, അപ്പോ മിഡിൽ ടേം 8 ആണ്. അപ്പൊ 8 ഇൻറ്റു 5 ആണ് സം ഓഫ് ദി ടേംസ്. ഇവിടെ ആണെങ്കിൽ 7 ടേംസ് ഉണ്ട്, മിഡിൽ ടേം 7 ആണ്. അപ്പൊ 7 ഇൻറ്റു 7 49 ആണ് സം ഓഫ് ടേംസ്. ഇവിടെ ആണെങ്കിൽ 9 ടേം ഉണ്ട്, മിഡിൽ ടേം 8 ആണ്. അപ്പൊ 9 ഇൻറ്റു 8 72 ആണ് സം ഓഫ് ടേംസ്. ഇവിടെയാണെങ്കിൽ 3 ടേംസ് ഉണ്ട്, മിഡിൽ ടേം 15 ആണ്. അപ്പൊ 15 ഇൻറ്റു 3 അതാണ് ഏത് സം ഓഫ് ടേംസ്. അപ്പോ ഇഫ് നമ്പർ ഓഫ് ടേംസ് ഓഡ്, ഇവിടെ എല്ലാം ഓഡ് നമ്പർ ഓഫ് ടേംസ് ആയി. ഈവൻ നമ്പർ പറ്റില്ല. ഈവൻ നമ്പർ ആകുമ്പോൾ മിഡിൽ ടേം ഒന്ന് മാത്രമല്ല ഉള്ളൂ. അപ്പൊ ഇഫ് നമ്പർ ഓഫ് ടേംസ് ഓഡ്, സം ഓഫ് ടേംസ് ഓഫ് an arithmetic sequence is equal to middle term into number of terms. അപ്പോ നമ്പർ ഓഫ് കൺസിക്യൂട്ടീവ് ടേംസ് ഓഡായിട്ട് വരുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ, ഒറ്റ സംഖ്യകളുടെ എണ്ണം തുടർച്ചയായ ടേമുകൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നടുക്ക് വരുന്ന ടേമിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും സം ഓഫ് ടേംസ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സം ഓഫ് ടേംസിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മിഡിൽ ടേം കിട്ടും. അപ്പോൾ വെൻ ദി നമ്പർ ഓഫ് ടേംസ് ഈസ് ഓഡ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓഡ് നമ്പർ ഓഫ് ടേംസ് ആകുമ്പോഴേ അത് പറ്റുള്ളൂ. ഈവൻ നമ്പർ ഓഫ് ടേംസ് ആകുമ്പോൾ നടുക്ക് 2 ടേം വരും. അപ്പോൾ നമ്മൾ ആ റിസൾട്ട് അവിടെ പ്രായോഗികമല്ല. ഓക്കെ, if the sum of first 7 terms of an arithmetic sequence is 56, what is its fourth term? അപ്പോൾ നോക്കിക്കേ, ഒരു ക്വസ്റ്റ്യൻ ആണ്. സം ഓഫ് ഫസ്റ്റ് 7 ടേംസ്, ആദ്യത്തെ 7 ടേംസിന്റെ സം 56 ആണ് എങ്കിൽ അതിന്റെ ഫോർത്ത് ടേം. അപ്പോൾ നോക്കിക്കേ, നമ്മൾ ആ ടേംസ് ഒന്ന് എഴുതുവാണെങ്കിൽ x1 x2 x3 x4 x5 x6 x7 7 ടേംസ്. x4 എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇത് 3 ടേം, ഇവിടെ 3 ടേം, മിഡിൽ ടേം ആണ്. അപ്പൊ മിഡിൽ ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. സം ഓഫ് 7 ടേംസ് 56 ആണ്. അപ്പൊ മിഡിൽ ടേം കാണാൻ ചെയ്താൽ മതി, സം ഓഫ് 7 ടേംസിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോ സം ഈസ് ഈക്വൽ ടു മിഡ് ടേം ഇൻറ്റു 7. ഈ റിസൾട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോ മിഡ് ടേം ആയ x4 എന്ന് പറയുന്നത് എന്തായിരുന്നു? സം ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ 7. അപ്പോ ഇവിടെ 7 ടേമിന്റെ സം 56 ആണ്. അപ്പൊ മിഡിൽ ടേം ആണ് ഫോർത്ത് ടേം. അപ്പോ മിഡിൽ ടേം, അതായത് ഫോർത്ത് ടേം എന്ന് പറയുന്നത് x4 എന്ന് പറയുന്നത് 7 + 1/2, അതായത് ഫോർത്ത് ടേം, അതാണ് മിഡിൽ ടേം ആയിട്ട് വരിക. ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ 1 ആഡ് ചെയ്തിട്ട് ഹാഫ് എടുത്തു കഴിഞ്ഞാൽ മിഡിൽ ടേം കിട്ടും. അപ്പൊ മിഡിൽ ടേം ഈസ് ഈക്വൽ ടു സം ഓഫ് ടേംസ്, അതായത് ഇവിടെ 56 ആയിരുന്നു, ബൈ നമ്പർ ഓഫ് ടേംസ് 7 ടേംസ് ഉണ്ട്. അപ്പൊ 56/7 അതായത് 8. അതായത് 56 എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു x4 ആണ്, മിഡിൽ ടേം ഇൻറ്റു 7. അപ്പൊ x4 എന്ന് പറയുന്നത് 56/7. അല്ലെങ്കിൽ നേരിട്ട് നമുക്ക് എഴുതിയാൽ മതി, മിഡിൽ ടേം ആണ് ഫോർത്ത് ടേം. Therefore ഫോർത്ത് ടേം ഈസ് ഈക്വൽ ടു സം ഓഫ് ടേംസ് ബൈ 7 നമ്പർ ഓഫ്. അപ്പൊ എത്ര ടേമിന്റെ സമ്മാണ് തന്നെ അതേ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സം ഓഫ് ടേംസിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മിഡിൽ ടേം കിട്ടും. അപ്പോൾ ഈ കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.